ഏകാന്തതയെ കൂട്ടുപിടിച്ച് ഓരോ ദിനവും മുന്നോട്ട് നീങ്ങി. ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ ഓരോ മുഖങ്ങളും പരിചിതമല്ലെന്ന് മനസ്സിൽ കുറിച്ചിട്ടു അവൾ. അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രാജു. അവൾ തൻ്റെ മനസ്സിനോട് എപ്പോഴും പറയും, രാജു എൻ്റെ സുഹൃത്ത് മാത്രമാണ്. പലപ്പോഴും അവർ തിരിച്ചറിഞ്ഞിരുന്നു തങ്ങളുടെ സൗഹൃദം ഒരു പ്രണയ വസന്തം തീർക്കുകയാണെന്ന്. രാത്രിയുടെ യാമങ്ങളിൽ മിഴികൾ പൂട്ടി ഉറങ്ങുമ്പോൾ സ്വപ്നത്തേരിലൊരു രാജകുമാരൻ തന്നെ തിരഞ്ഞു വരുന്നത് അവൾ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്തോറും രാജകുമാരന്റെ മുഖത്ത് വിടരുന്ന അതേ പുഞ്ചിരി അവൾ രാജുവിന്റെ മുഖത്തും കാണാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവൾ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തും. പതിവില്ലാതെ അന്നവൾ രാജുവിനൊപ്പം ആദ്യമായി പുറത്തു പോകാൻ തീരുമാനിച്ചു. രാജുവിനൊപ്പമുള്ള യാത്ര അവൾക്ക് വളരെ സന്തോഷകരമായി തോന്നി. പൂക്കളുടെയും പുഴകളുടെയും പൂഞ്ചോലകളുടെയും ഭംഗി ആസ്വദിച്ചവൾ രാജുവിനൊപ്പം ചേർന്നിരുന്നു. അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും രാജുവിൻ്റെ മനസ്സിൽ പ്രണയവസന്തം തീർത്തുകൊണ്ടേയിരുന്നു. രാജു അവളോടായി പറഞ്ഞു, എന്നിലെ വസന്തകാലം നീയാണ് പെണ്ണെ. എന്നും വാടാതെ കൊഴിയാതെ പൂമണം വീശി സുഗന്ധം പരത്തി എന്നോടൊപ്പം ചേർന്നിരിക്കാൻ നിനക്ക് സമ്മതമല്ലേ? ഒരു ചെറു പുഞ്ചിരി വിടർത്തി രാജുവിന് സമ്മാനിച്ചവൾ പറഞ്ഞു, ഈ വസന്തകാലം മാഞ്ഞു പോകാതിരിക്കട്ടെ, മറ്റൊരു വസന്തവും നമ്മിൽ നിറയാതിരിക്കട്ടെ. പരസ്പരം പുഞ്ചിരി വിടർത്തി അവർ താഴ്വാരങ്ങളെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്, പിന്നീട് എപ്പോഴോ പ്രണയമാകുന്നു. ഓരോ മനസ്സുകളിലും സ്നേഹം കൊണ്ട് വരച്ചിട്ട ഒരു മുഖമുണ്ടാവും. എൻ്റെ തൂലികയിൽ ഞാനിന്നെഴുതി നിന്നെക്കുറിച്ചുള്ള 1000 വരികൾ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, യഥാർത്ഥമായി ഭ്രാന്തമായി ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ തറച്ചിറങ്ങുന്നു.